കേര വാർത്തകൾ. വാർത്തകൾ brought to you by Coconut Development Board. കേരളത്തിന്റെ സ്വന്തം പാനീയമായ നീര വിപണി കൈയടക്കുന്ന കാലം വിദൂരമല്ല. നാളികേര വികസന ബോർഡിന്റെ കീഴിലുള്ള 12 കമ്പനികൾ കേരളത്തിൽ നീരോൽപാദന പ്രവർത്തനവുമായി ബഹുദൂരം മുന്നോട്ട് പോവുകയാണ്. പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കണ്ണൂർ, പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി, മലപ്പുറം കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി, കരപ്പുറം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി ആലപ്പുഴ, കൊയിലാണ്ടി കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി കോഴിക്കോട്, കൊടുങ്ങല്ലൂർ കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി തൃശൂർ, കൈപ്പുഴ കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി കൊല്ലം, കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി, അനന്തപുരി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി തിരുവനന്തപുരം, കാസർഗോഡ് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി, കുറ്റ്യാട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കോഴിക്കോട്, തിരുക്കൊച്ചി കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി എറണാകുളം എന്നിവയാണ് നീരോൽപാദന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പാലക്കാട് നിന്ന് നീര വിപണിയിലെത്തി തുടങ്ങി. ശ്രീ ഉമ്മൻചാണ്ടി നീര ലോഞ്ചിംഗ് വേളയിൽ 16 ഫെഡറേഷനുകൾക്കാണ് ലൈസൻസ് വിതരണം ചെയ്തത്. അതോടനുബന്ധിച്ച് ബാക്കി അന്ന് രൂപീകരിച്ചിട്ടുള്ള 173 ഫെഡറേഷനുകൾക്കും ലൈസൻസ് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതുവരെ ലൈസൻസ് നൽകുന്നതിൽ കാലതാമസം വരുന്നുണ്ടെങ്കിൽ പോലും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാലും തീർത്തും ഒരു കാലതാമസം ഇതിന്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു കർഷകന് 1 ലിറ്റർ നീരയിൽ നിന്നും 50 രൂപ വരുമാനം ആയിരുന്നു കണക്കാക്കിയിരുന്നെങ്കിലും ഇപ്പോഴത് 100 രൂപയിലേറെ വരുമാനം കിട്ടുന്ന അവസ്ഥയിലാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ അല്ല, ഇന്ത്യയുടെ ഭാരതത്തിലെ നീര ലോക വിപണിയെ കീഴടക്കുന്ന കാലം ഏറെ വിദൂരമല്ല. ത്രിതല കർഷക കൂട്ടായ്മയിലൂടെയാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഏറ്റവും പ്രാഥമിക തലത്തിൽ നാളികേര ഉൽപാദക സംഘം പ്രവർത്തിക്കും. നാളികേര വികസന ബോർഡിന് കീഴിൽ 5820 ഉൽപാദക സംഘങ്ങളുണ്ട്. രണ്ടാം തലത്തിൽ നാളികേര ഉൽപാദക ഫെഡറേഷനുകളാണ്. സംസ്ഥാനത്ത് 260 ഫെഡറേഷനുകളാണുള്ളത്. മൂന്നാം തലത്തിലാണ് നാളികേര ഉൽപാദക കമ്പനികൾ. 12 ഉൽപാദക കമ്പനികളാണ് നിലവിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. വയനാട്, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എന്നിവിടങ്ങളൊഴികെ ബാക്കി എല്ലായിടത്തും നീര കമ്പനികളായി കഴിഞ്ഞു. ഫാക്ടറി നിർമ്മാണത്തിന് ശിലയിട്ട് കഴിഞ്ഞ കമ്പനികളിൽ നിന്ന് 6 മാസത്തിനകം ഉൽപാദനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള കമ്പനികളുടെ പ്രവർത്തനവും ദ്രുതഗതിയിലാണ്. നീര ഉൽപാദനത്തിനായി സൊസൈറ്റികൾക്കും കമ്പനികൾക്കും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 15 കോടി അനുവദിക്കപ്പെടുന്ന മുറയ്ക്ക് സാമ്പത്തിക പ്രയാസത്തെയും കർഷകർക്ക് മറികടക്കാനാകും. 1.5 കോടി വീതം ഒരു കമ്പനിക്ക് നൽകുന്നതാണെന്ന് പറഞ്ഞിരുന്നു. കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഇത് കാത്തിരുന്നത്. ഇതുവരെ ഇപ്പം 4-5 മാസം പിന്നിട്ടിരിക്കുന്നുവെങ്കിലും കർഷകർക്ക് ഇത് ലഭിക്കുന്നതിനുള്ള യാതൊരു നീക്കങ്ങളും കാണുന്നില്ല. കർഷക കമ്പനികൾക്ക് ഇത് കിട്ടിയാലേ നീര ഉൽപാദനവുമായി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ലഹരിയുടെ അംശം തീരെയില്ലാത്തതും പോഷക സമൃദ്ധവുമായ നീര ശുദ്ധമായ പാനീയമെന്ന നിലയിൽ ഇതിനകം സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി